Meet the editors. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട KS ചിത്രയുടെ പരാമർശത്തിൽ വിവാദം ചൂടുപിടിക്കുകയാണ്. പ്രതിഷ്ഠാ ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നുമാണ് ചിത്ര വീഡിയോയിൽ പറയുന്നത്. അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ചിത്ര ഏറ്റുവാങ്ങുന്ന ഫോട്ടോ നേരത്തെ പുറത്തു വന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രയെ വിമർശിച്ചും പിന്തുണച്ചും പ്രതികരണങ്ങൾ നിറയുകയാണ്. അഭിപ്രായം ആർക്കും പറയാമെന്നും വിശ്വാസമുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകാമെന്നുമാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കുന്നത് ഫാസിസമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ചിത്രയ്ക്കെതിരായ സൈബർ ആക്രമണം കേരളത്തിന് യോജിച്ചതല്ലെന്ന് വി മുരളീധരനും പ്രതികരിച്ചു. ആദ്യം ചിത്രയുടെ വിവാദമായ വീഡിയോ കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഈ ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയോ എന്ന ചോദ്യത്തിന് ശ്രുതി തെറ്റിയെന്ന അഭിപ്രായം എനിക്കുള്ളത്. ഈ ഒന്നാമത്തെ കാര്യം, ഞാൻ പക്ഷേ അതിനകത്ത് ചിത്രയുടെ ഒരു എന്താ പറയുക, ചിത്രയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ചിത്ര എനിക്ക് മാത്രമല്ലോ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗായികയാണ്. നമ്മുടെ ജീവിതത്തെ ആനന്ദനിർഭരമാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് KS ചിത്ര എന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളിയുടെ അഭിമാനമാണ് KS ചിത്ര. മാത്രമല്ല, KS ചിത്രയുടെ ഒരു ചരിത്രം എന്താ? KS ചിത്രയുടെ ചരിത്രം ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം പിന്നെ സമൂഹത്തിൽ പടർത്താൻ ശ്രമിക്കുകയോ അത്തരത്തിൽ വിഭാഗീയമായ ഏതെങ്കിലും ചിന്തകളെ പിൻപറ്റുകയോ ഒന്നും ചെയ്യുന്നൊരു ചരിത്രമോ പാരമ്പര്യമോ KS ചിത്രയ്ക്കില്ല. പക്ഷേ KS ചിത്ര ഒരു വിവാദത്തിലും ഉണ്ടായിട്ടില്ല. വളരെ സൗമ്യയായ സ്ത്രീയാണ് നമുക്കറിയുന്നിടത്തോളം. എല്ലാവർക്കൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മൂത്ത സഹോദരിയെ പോലെ പ്രിയപ്പെട്ട ആളാണ്. പിന്നെ KS ചിത്ര നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലൊന്നുമില്ല. ഒരു ഗായിക എന്നുള്ള നിലയ്ക്ക് അവർ വന്ന് പാട്ടുപാടി പോകും എന്നുള്ളതല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് അറിയുകയുമില്ല. പക്ഷേ ഈ അഭിപ്രായം ഇവിടെ അദ്ദേഹം KS ചിത്ര പറയുന്നുണ്ട്, 12:30 മണിക്ക് ഈ മുഹൂർത്തത്തിൻ്റെ സമയത്ത് രാമനാമം ജപിക്കണം എന്ന് പറയുന്നു. വൈകുന്നേരം 5 തിരിയിട്ട വിളക്ക് കൊളുത്തി വെക്കണം എന്ന് പറയുന്നു. ലോകത്തിനെല്ലാം സുഖം ഭവിക്കട്ടെ എന്നും പറയുന്നു. സത്യത്തിൽ ഞാൻ നോക്കുമായിരുന്നേ, 1963 KS ചിത്ര ജനിച്ചത്. ഇപ്പോൾ 60 വയസ്സുണ്ട് KS ചിത്രയ്ക്ക്. KS ചിത്രയ്ക്ക് 28 വയസ്സുള്ളപ്പോഴാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. 28 വയസ്സെന്ന് പറയുന്നൊരു ചെറിയ പ്രായമല്ല. 38 വയസ്സുള്ളപ്പോഴാണ് ഗുജറാത്ത് കൂട്ടക്കൊല സംഭവിച്ചത്. KS ചിത്ര വാർത്താ ചാനലുകൾ കാണുന്ന ഒരാളോ അല്ലെങ്കിൽ എല്ലാ ഒരു പത്രം കൃത്യമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോ ഒക്കെ ആയിരിക്കണമെന്നില്ല. അവരുടെ ഒരു വ്യവഹാര മേഖല അതല്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ തന്നെ എല്ലാ മന്ത്രിമാരെയും അറിയണമെന്ന് പോലുമില്ല KS ചിത്രയ്ക്ക്. അങ്ങനെ ഒരു ലോകത്തല്ല അവരുള്ളത്. എന്ന് മാത്രമല്ല, അവർ ഈ പിന്തുടർന്നിട്ടുള്ളത് കർണാട്ടിക് മ്യൂസിക്കാണ്. കർണാട്ടിക് മ്യൂസിക്കിലെ കീർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭക്തിയാണല്ലോ അതിൻ്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഭക്തിയുള്ള ഒരു ആളായിരിക്കും. ആ ഭക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം അവരത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് പറയുന്നത്, ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ അധ്യായങ്ങളിലൊന്നാണ് ഈ ബാബറി പള്ളിയുടെ തകർത്തു എന്ന് പറയുന്നത്. അതിനുശേഷം ഗുജറാത്തിലെ കലാപവും ഒരു കറുത്ത അധ്യായമാണ്. അപ്പോൾ അതൊന്നും ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകേണ്ട കാര്യമല്ല. അപ്പോൾ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയുന്നു എന്ന് പറയുമ്പോൾ അത് അയോധ്യയിൽ ഒരു തർക്കവുമില്ലാത്തൊരു പ്രദേശത്ത് ഒരു സ്ഥലമെടുത്ത് അവിടെ ഒരു ട്രസ്റ്റ് ഒരു ക്ഷേത്രം പണിയുകയാണെങ്കിൽ ഒരു ഭക്ത എന്നുള്ള നിലയ്ക്ക് അവർക്ക് അന്ന് നാമജപം നടത്തണമെന്ന് ഭക്തരോട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ഒരു പള്ളി തകർത്ത് ആയിരക്കണക്കിന് ആളുകളെ രക്തസാക്ഷികളാക്കി അതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം പണിയുമ്പോൾ ഭക്തിയേക്കാൾ നമുക്ക് വേണ്ടത് ഒരു സമൂഹത്തിൽ മനുഷ്യസ്നേഹമാണ്. ആ മനുഷ്യസ്നേഹമാണല്ലോ ഉയർന്ന ഭക്തി എന്ന് പറയുന്നത്. ഭക്തി നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റു മനുഷ്യരെയൊക്കെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ലേ. മാത്രമല്ല, ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് അവർ മുന്നോട്ട് വയ്ക്കേണ്ട ആശയവും അവരവസാനം പറയുന്നുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുകയും ചെയ്യുന്നു. ലോകത്തിനെല്ലാം സുഖം ഭവിക്കട്ടെ എന്ന് പറയുമ്പം മറ്റു മനുഷ്യരെല്ലാം സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ആളായിട്ട് നമ്മൾ മാറിത്തീരുന്നു എന്നുള്ളതാണ് കലയുടെ ഒരു ഔന്നത്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, KS ചിത്രയ്ക്ക് അങ്ങനെ ഒരു വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് KS ചിത്ര ഒരു തീവ്രവാ ഹിന്ദുവാണെന്നോ
അവർ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചുവെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരകയായെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് സ്മൃതി. ഇന്നിപ്പോൾ രാജ്യത്ത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിൻ്റെ വക്താക്കളായി എല്ലാവരെയും മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് മാൽഡീവ്സുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമുണ്ടല്ലോ, ഇന്ത്യ മാൽഡീവ്സ് തർക്കമുണ്ടല്ലോ. നമുക്ക് അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ലോക സാഹചര്യം, അല്ലെങ്കിൽ മാൽഡീവ്സിൻ്റെ ഇന്ത്യയോടുള്ള നിലപാട് മാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം ഇതൊന്നും അന്വേഷിക്കാൻ മിനക്കെടാതെ നമ്മൾ വളരെ പെട്ടെന്നൊരു ദേശരാഷ്ട്രവാദിയായി മാറി നിന്നുകൊണ്ട് വളരെ ഉയരത്തിൽ ഉച്ചത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അവിടെ ആരൊക്കെയാണ് ക്യൂ നിന്ന് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? സച്ചിൻ ടെണ്ടുൽക്കർ, അക്ഷയ് കുമാർ, അങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് എല്ലാം കൂടി ഇറങ്ങി വന്നിട്ട് ഈ രാജ്യസ്നേഹം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഈ മാൽഡീവ്സിൽ അടുത്ത് പോയിരുന്നല്ലോ, തിരിച്ച് ഞാൻ വരുന്ന സമയത്തെ ഈ എയ്റോപ്ലെയിനിലൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്, ഇന്ത്യ രാജ്യത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന്. ഞാൻ ഇതിനു മുമ്പ് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊന്നും ഒരു രാജ്യത്തേക്കുള്ള സ്വാഗതമൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ എപ്പോഴും എന്താ പറയുക, ഈ സെലിബ്രിറ്റീസിനെ മുഴുവൻ ഈ ഫോൾഡിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവരെയൊക്കെ ഇതിൻ്റെ വക്താക്കളാക്കി മാറ്റുക. ഇപ്പോൾ അക്ഷതം സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ അവസാനം കണ്ട ചിത്രം വിരാട് കോഹ്ലിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി അക്ഷതം സ്വീകരിക്കുകയാണ്. മോഹൻലാൽ ഇവിടെ അക്ഷതം സ്വീകരിക്കുന്നു. വളരെ ശ്രീനിവാസൻ സ്വീകരിക്കുന്നു. വളരെ നിഷ്കളങ്കവും ഭക്തിയുടെ ഒരു കാര്യവുമാണ് ഇത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ പറയുന്ന, ഞാനത് ആദ്യഘട്ടത്തിൽ എൻ്റെ കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്, ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ വികാരത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളൊരു കാര്യമായിരിക്കുന്നതുകൊണ്ട് അതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനത്തിലും അതേക്കുറിച്ച് നമ്മൾ എടുക്കേണ്ട നിലപാടിലും നമ്മളൊരു സൂക്ഷ്മത വെച്ച് പുലർത്തേണ്ടതുണ്ട്. ആ സൂക്ഷ്മത KS ചിത്ര പുലർത്തിയിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായി പോയി. അതുകൊണ്ട് ഞാൻ അവരെ ഒരു ഹിന്ദു തീവ്രവാദിയായിട്ടോ ഹിന്ദുത്വാശയത്തിൻ്റെ വക്താവായിട്ടോ കാണുന്നില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ നിലപാട്. എനിക്കും തോന്നുന്നത് ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയോ എന്ന ചോദ്യത്തിൽ ശ്രുതി തെറ്റിയിട്ടുണ്ട്. അത് അവരറിയാതെ സംഭവിച്ച തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ആ സമയത്ത് ഈ പള്ളി തകർക്കപ്പെടുമ്പോൾ അവരുടെ പ്രായം എന്തായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ സമയത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർക്കൊരു ധാരണ ഉണ്ടാകണമെന്നില്ല. ഇല്ല. ഒരു കലാകാരി ആ കലയുമായി ബന്ധപ്പെട്ട ലോകത്ത് മാത്രം കഴിയുന്നു, അത്തരം ആളുകളുമായി മാത്രം ബന്ധപ്പെട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് മാത്രമാണ് സമ്പർക്കം. അപ്പോൾ അങ്ങനെയുള്ളവർ പത്രം വായിക്കണമെന്നോ വാർത്ത കാണണമെന്നോ ഒന്നുമില്ല. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു കലാകാരിയാണ് KS ചിത്ര. ഞാനിപ്പോൾ അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ പറയുന്ന അവർ വളരെ മാനസികമായി ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അവരൊരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടത്തിൽ അവർക്ക് മകളെ നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ ഡിപ്രഷനിലേക്ക് പോയിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് അവർ വല്ലാത്ത പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരെ മോശമായൊരു കാര്യമാണ്. കാരണം നമ്മൾക്കിപ്പോൾ ഈ ചർച്ചയിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സൈബർ ആക്രമണമാണ്. അത് അവരെ വ്യക്തിപരമായി വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ തന്നെയും പല ഘട്ടങ്ങളിലും സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. പക്ഷേ അതിനപ്പുറം ചിത്രയ്ക്ക് അത് ശീലമില്ല. കാരണം ചിത്രയെ ആ രൂപത്തിൽ എല്ലാവരും സ്വീകരിച്ചിരുന്നതാണ്. നമുക്ക് ചിരിച്ചുകൊണ്ടല്ലാതെ നമ്മൾ അവരെ കണ്ടിട്ടില്ല. സൗമ്യമായി സംസാരിക്കാത്ത ചിത്രയെ, അല്ലെങ്കിൽ ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന ചിത്രയെ നമ്മൾ ആരും കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് പാട്ട് പാടുന്ന, എല്ലാവർക്കും സ്വീകാര്യമായ നമ്മുടെ വാനമ്പാടി. അപ്പോൾ ചിത്രയെ സംബന്ധിച്ച് ചിത്രയ്ക്ക് പരിചയമുള്ള ഒരു കൂട്ടർ, അവർ ചിലപ്പോൾ BJP-കാരായിരുന്നിരിക്കാം, അവർ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇവർ ആര് അടുപ്പമുള്ളവർ വന്ന് പറഞ്ഞാലും വീഡിയോ ചെയ്ത് കൊടുക്കാറുണ്ട് അത്രേ. അങ്ങനെ ചെയ്തു കൊടുത്ത ഒരു വീഡിയോ ആണത്. അപ്പോൾ അവർ രാമഭക്തിയാണ്, അയോധ്യയാണ്, അവിടെ ക്ഷേത്രമാണ്. അപ്പോൾ അത്രയേ അവർ ആലോചിച്ചിട്ടുള്ളൂ. അതിനുള്ള വീഡിയോ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിലപ്പുറം ഒന്നും ആലോചിച്ചില്ല. ഇപ്പോൾ അവർ അതിൽ ഖേദിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആ വീഡിയോ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. അത് ഏതായാലും അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു. എനിക്കത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പള്ളി പൊളിച്ച കാലത്തെ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിപ്പോൾ ആ പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയാമെന്ന കോടതി വിധിയാണ് നമ്മുടെ യാഥാർത്ഥ്യം, അല്ലേ? അതിനെ അംഗീകരിക്കുന്ന സർക്കാർ നിലപാടാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതുമാത്രം എന്ന രൂപത്തിൽ പൊതുവെ അതിനെ സ്വീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം തന്നെ നടക്കുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അതിന് പൊതു സ്വീകാര്യരായ ആളുകളെ പിടിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന തന്ത്രം വളരെ ഫലപ്രദമായി തന്നെ നടപ്പാക്കുന്നു. അതിൻ്റെ ഭാഗമാണ് KS ചിത്ര പറയുന്നല്ലോ, ചിത്രയ്ക്ക് തെറ്റില്ലല്ലോ എന്ന രൂപത്തിൽ ആളുകൾ അതിനെ സ്വീകരിക്കും. അങ്ങനെ ആ രൂപത്തിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പള്ളി പൊളിച്ചവിടെ ക്ഷേത്രം പണിയുന്നു എന്നുള്ളത് ആ രൂപത്തിലേക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായി മാറുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം പറയുന്ന ഈ കോൺഗ്രസ് പാർട്ടി പോലും ഈ 22-ാം തീയതിത്തെ ചടങ്ങ് മാത്രമാണ് ഒരു കുഴപ്പമായി പറയുന്നത്, അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ രാഷ്ട്രീയ ശരി പോലും എന്താണ്? അവിടെയാണ് ഈ ഒരു ഭക്തിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു നിലപാട് പറഞ്ഞ ഒരു കലാകാരിയെ ആക്രമിക്കുന്നത്. ഭക്തിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അങ്ങനെ ആക്രമിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണോ
KS ചിത്ര എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് എല്ലാ കലാകാരന്മാർക്കും ഒരു പാഠമാണ്. ചില വിഷയങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ നാട് എങ്ങനെയാണ്, ഇപ്പോഴത്തെ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ശോഭനയെ കണ്ടു. ശോഭന മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ശോഭനയും ഈ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയല്ല, അവർ കുറച്ചുകൂടി ബോൾഡായ ലേഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിത്ര അങ്ങനെയല്ല, ചിത്രയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം ആക്രമണങ്ങൾ നടത്തുന്നവർ അത് നിർത്തേണ്ടതുണ്ട്. ഇതിനെ ഒരു ആയുധമാക്കി ഇപ്പോൾ തന്നെ BJP വേറെ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ ചർച്ചയിൽ ചില BJP പ്രതിനിധി പറഞ്ഞ വാചകങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ്. ആ രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഒരു ഭീഷണിയുടെ സ്വരം അപ്പുറത്തുണ്ട്. ചിത്രയ്ക്ക് എന്തെങ്കിലും പറ്റിയേക്കാം, അപായം സംഭവിച്ചേക്കാം എന്ന രൂപത്തിലൊക്കെ പറയുകയാണ്. അപ്പോൾ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞ് വലിയ അപകടം ഉണ്ടാക്കാം. അപ്പോൾ രണ്ടാക്കുകയാണ് ഇവിടെ. ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രം കൃത്യമായി നടപ്പാക്കുന്നു. ഇതൊന്നും അറിഞ്ഞോ അറിയാതെയോ ഭാഗമാകേണ്ടി വരുന്നു എന്നുള്ളത് അവരോട് എനിക്ക് കഷ്ടം തോന്നുന്നു. അങ്ങനെ ആ തരത്തിൽ ഒരു ശ്രുതിഭംഗം വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. നികേഷ് കുമാർ. എനിക്ക് ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയോ എന്ന ചോദ്യത്തിന് ഒരു ഉറച്ച നോയാണുള്ളത്. ശ്രുതി തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുത്വ ഐഡിയോളജി ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഹിന്ദുക്കളുണ്ട്. ഇത് രണ്ടും രണ്ട് വിഭാഗങ്ങളാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ RSSകാർ ശാഖയിലേക്ക് കുട്ടികൾ വിളിച്ചുകൊണ്ട് പോകുന്നത് ഭക്തിയുടെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ രക്ഷിതാക്കളെയും ആ കുട്ടികളെയും വിളിച്ചു കൊണ്ടുപോകുന്നത് അവർക്ക് ഭക്തി ഉണ്ടാവുക, അങ്ങനെ ഒരു നല്ല സംസ്കാരം രൂപപ്പെടുത്തുക. അപ്പോൾ സ്വാഭാവികമായും ഈശ്വരവിശ്വാസമുള്ള രക്ഷിതാക്കൾ എന്ത് ചെയ്യും? ആ കുട്ടികൾ എന്നാൽ പിന്നെ അമ്പലത്തിൽ പോകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ പഠിപ്പിക്കുന്നത് എന്താണ്? ഹിന്ദുത്വ ഐഡിയോളജിയാണ് പഠിപ്പിക്കുന്നത്. അത് രണ്ടും കൂട്ടിക്കലർത്തിയാണ് അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ഇതായിരുന്നു RSS സാധാരണഗതിയിൽ അവരുടേതായിട്ടുള്ള ചില പരിപാടികളിലൂടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിൽക്കാലത്ത് അത് IT മേഖലകളിലേക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ 2009 മുതൽ 2014 വരെയുള്ള സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മോശം സർക്കാരൊന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു കൃത്യമായ ഒരു വാക്വം അവിടെ രൂപപ്പെടുന്നുണ്ട് ഈ ഹിന്ദുത്വ ഐഡിയോളജിക്ക് പിടിമുറുക്കാൻ വേണ്ടി. 2010 BJP അതിൻ്റെ IT സെൽ തുടങ്ങിയത്. ആ IT സെല്ലാണ് യഥാർത്ഥത്തിൽ 2014 ആകുമ്പോഴേക്കും എന്ത് ചെയ്തത്? വലിയ നിലയിലൊരു ഡാറ്റ BJP കൊടുത്തു, ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുകയെന്ന്. ആ 2010 രൂപപ്പെട്ട BJPയുടെ IT സെൽ കണ്ടെത്തിയിട്ടുള്ളത് 155 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ്. അത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആ 155 മണ്ഡലങ്ങളിൽ പിന്നെ ഇന്ത്യയിലാകമാനവും BJP ഈ IT സെല്ലിനെ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ എങ്ങനെ ഒരു വോട്ടറെ സ്വാധീനിക്കാം എന്ന് സംബന്ധിച്ച് നല്ല രീതിയിൽ പരീക്ഷണം നടത്തി. അത് വെറും ഒരു ഇന്ത്യൻ വോട്ടർമാരെ മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ NRIസിലും ആ കാലഘട്ടത്തിൽ വലിയ നിലയിൽ BJPക്ക് പ്രാമുഖ്യം കിട്ടി. NRIs മാത്രമല്ല, ഇൻഡസ്ട്രിയലിസ്റ്റിനെ പോലും അത് സ്വാധീനിക്കുന്ന നിലയിലേക്ക് വളർന്നു. അങ്ങനെ ഒരു വലിയ നിലയിൽ BJPക്ക് ഒരു സ്വീകാര്യത ഇന്ത്യയിൽ നമുക്ക് 2014 മുതൽ കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2010. ഇപ്പോൾ നരേന്ദ്രമോദി 2009 ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുന്നത്. രാഹുൽ ഗാന്ധി ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുന്നത് 2015. 6 വർഷത്തെ കാലഘട്ടമുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരികെ പോയാൽ, ഈ ഭക്തി മാർഗത്തിലുള്ള സാധാരണ ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെയാണോ കുട്ടികളെ RSSൻ്റെ ശാഖയിലേക്ക് ഈ ഭക്തിയെയും ഈ ഹിന്ദുത്വയെയും കൂട്ടിക്കലർത്തി സ്വാധീനിച്ചത്, സമാനമായ വിധത്തിൽ തന്നെ RSS ഇപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ചിത്ര എന്ന് പറയുന്ന ഒരാളാണല്ലോ നമ്മുടെ സംവാദ വിഷയം. ചിത്രയുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ നേരത്തെ സ്മൃതി പരുത്തിക്കാട് ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവരുടെ അടുത്ത് അക്ഷതം കൊടുക്കുകയാണ്. അക്ഷതം വാങ്ങും, സ്വാഭാവികമായിട്ടും അത് നിരാകരിക്കേണ്ട ഒന്നാണ് എന്ന് ചിത്രയെ പോലുള്ള ഭക്തിയുള്ള ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശ്രീരാമനെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നിരാകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഫോട്ടോഗ്രാഫ് ചെയ്തു. അപ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭക്തിയുള്ള ചിത്ര ഹിന്ദുത്വ ഐഡിയോളജിയിലേക്ക് പ്രവഹിക്കുകയാണ്. അപ്പോഴാണ് ഈ ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ ലെഫ്റ്റിസ്റ്റുകളായാലും
അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദുത്വ ഐഡിയോളജി ഉള്ളവരെല്ലാം തന്നെയും അതിഭീകരമായി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ച് ചിത്രയെ പോലുള്ളവരെ ആക്രമിക്കും. ഈ പറയുന്ന ആക്രമണത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനും ഈ പറയുന്ന ആക്രമിക്കാനുള്ളവർക്ക് യഥാർത്ഥത്തിൽ ട്രോളുകളും മെറ്റീരിയലും ഉണ്ടാക്കി കൊടുക്കുന്നത് പോലും IT സെല്ലാണ്, BJP യുടെ IT സെല്ലാണ്. അപ്പോൾ IT സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, അവർക്ക് സർവതല സ്പർശിയായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കോൺഗ്രസ്സുകാരൻ റീട്വീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെ കോൺഗ്രസ്സുകാരൻ ഫോർവേഡ് ചെയ്യുന്ന, എങ്ങനെ ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ റീട്വീറ്റ് ചെയ്യുന്ന, ഫോർവേഡ് ചെയ്യുന്ന ട്രോളുകൾ ഉണ്ടാക്കണം. അത് ആത്യന്തികമായി എനിക്കെങ്ങനെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജിക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നന്നായി നല്ല രീതിയിൽ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണ് അവൻ ഈ ട്രോളുകൾ അയക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വളരെ എന്താ പറയുക, ഭക്തിമാർഗത്തിൽ മാത്രമുള്ള ഹിന്ദു വിശ്വാസത്തിലുള്ള ശ്രീരാമനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഇതുപോലെ ഒരു നിരുപദ്രവികളായിട്ടുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കൃത്യം ടൂളായി ഉപയോഗിക്കുകയും ആ ടൂളിനെ വളരെ കൃത്യമായി എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ദൂരത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നവരാണ്. നമുക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണം 3ാം ഘട്ടത്തിലേക്ക് പോയാൽ, ഈ രാമക്ഷേത്ര നിർമ്മാണം ഈ നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ BJPയും സംഘപരിവാറും ഉപയോഗിക്കുമെന്ന് അറിയാത്തവരാണോ ഈ പറയുന്ന ഫോർവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്യുന്നത്? അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത് മാളവിയ ഏറ്റവും ഒടുവിൽ 2020 ഡിസംബറിലാണ് അമിത് മാളവിയയുടെ ട്വീറ്റുകളെ മാനിപ്പുലേറ്റഡ് മീഡിയ എന്ന് ട്വിറ്റർ ടാഗ് ചെയ്തിട്ടുള്ളത്. എന്തിനാണെന്നറിയാമോ? ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഘട്ടത്തിൽ മിസ്ഇൻഫർമേഷൻ നൽകി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ. അപ്പോൾ ആദ്യമായിട്ടാണ് അമിത് മാളവിയ എന്ന് പറയുന്ന BJPയുടെ IT സെല്ലിൻ്റെ തലവനായിട്ടുള്ള ആൾ ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ട്വീറ്റുകൾ ഡിസ്ഇൻഫർമേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്വിറ്റർ അദ്ദേഹത്തെ ടാഗ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2023 ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ BJP IT സെല്ല് ഇസ്ലാമോഫോബിയയും ആൻറ്റി പലസ്തീൻ ട്വീറ്റുകളും ട്രോളുകളും ഉണ്ടാക്കുന്നു എന്ന് വിലയിരുത്തിയിട്ടുള്ളത് അൽ ജസീറയാണ്. അപ്പോൾ ആ നിലയിൽ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ IT സെൽ എന്ന് പറയുന്നത്. 2018 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ദിലീപ് ഹീറോ എഴുതിയിട്ടുള്ള ദ ഏജ് ഓഫ് ആസ്പിറേഷൻ, ആ പുസ്തകത്തിലാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ടെക്നോളജിയെ ഉപയോഗിച്ചു തുടങ്ങിയത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു രൂപം നമുക്ക് നൽകുന്നുണ്ട്. അതിനകത്താണ് ഈ ഒരു ടെക്ടോണിക്കായ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഒരു 2014 ആ നിലയിലൊരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഇന്ത്യ മാറുന്ന ഒരു സാഹചര്യം, ലോകമെമ്പാടും ആ നിലയിലുള്ളൊരു വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ BJP ആണ് ഇതിൻ്റെ ഈ പറയുന്ന ഒരു ഡിജിറ്റൽ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ നിലയിൽ നീങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് IT വിങ് ഉണ്ടാക്കുകയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 155 അർബൻ സീറ്റുകളെ ഡിജിറ്റൽ സീറ്റുകളായി കണ്ടെത്തുകയും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ഹൗസുകളെയും NRIയെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ നിലയിൽ വലിയ ഒരു സ്വാധീനം എല്ലാ തലങ്ങളിലും ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്ന് ഭക്തിയുള്ള ആളുകളെ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വയിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ആ നിലയിൽ എത്തിക്കാൻ വേണ്ടി IT സെല്ലിനെ എങ്ങനെയാണ് BJPയും സംഘപരിവാറും IT സെല്ലിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഗൂഢാലോചനയിലേക്ക് പോകാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഇര മാത്രമാണ് യഥാർത്ഥത്തിൽ ചിത്ര. അതുകൊണ്ട് തന്നെ ചിത്രയെ സംബന്ധിച്ചിടത്തോളം ചിത്രക്ക് ശ്രുതി തെറ്റിയതല്ല, BJPയുടെ ഒരു IT സെല്ലുമായി അല്ലെങ്കിൽ BJP ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു ഡിജിറ്റൽ ഗൂഢാലോചനയുടെ ഇര മാത്രമാണ് ചിത്ര. നേരത്തെ സ്മൃതിയും ഉണ്ണിയും ചൂണ്ടിക്കാണിച്ചത് 100% ശരിയാണ്. ചിത്ര എന്ന് പറയുന്ന ആൾ ഒരു ഘട്ടത്തിലും
നമ്മളെ ഏതെങ്കിലും തരത്തിലൊരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ് അല്ലേ, നമ്മുടെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യാത്ത ഒരാളാണ്. പൂർണ്ണമായും ഒരു മനുഷ്യത്വവാദിയാണ് ചിത്ര എന്ന് പറയുന്നത്. പൂർണ്ണമായും സമൂഹത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് ചിത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിത്രയ്ക്കൊന്നും ഒരു പൊളിറ്റിക്കൽ ഹിന്ദു ആകാൻ കഴിയില്ല. ഈ പറയുന്ന നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു പള്ളി വീണെടുത്ത് ഒരു രാമക്ഷേത്രം നിർമ്മിക്കുക, പള്ളി വീണെടുത്ത് മാത്രമല്ലല്ലോ, 10,000-കണക്കിന് ആളുകളുടെ ചോര വീണ ഇടത്താണ് ഒരു രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അത്തരമൊരു രാമക്ഷേത്രത്തിന് വേണ്ടിയല്ല പറഞ്ഞു. ഒരു രാമഭക്ത എന്നുള്ള നിലയിൽ കൊടുത്ത ടെക്സ്റ്റ് അവർ വെച്ച മൊബൈലിൽ ചിത്ര വായിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ സുജയ, ഇതൊരു ഇൻടോളറൻസ് ആ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. ചിത്രയ്ക്കെതിരെ നടക്കുന്നത് ഒരു ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒരു മോബിൻ്റെ സൈബർ ഇടത്തിലെ ലിഞ്ചിങ് ആണ്. അങ്ങനെ വേണം അതിനെ കാണാൻ. ചിത്ര എത്ര നല്ല പാട്ടുകാരിയാണ് എന്ന് നമ്മളെക്കാളൊക്കെ ലോകം വിലയിരുത്തിയതാണ്. ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ഗായികയെ ചെളിവാരി എറിയുന്നത് അവരുടെ ഒരു വീഡിയോയെ ആസ്പദമാക്കിയാണ്. അപ്പോൾ എത്രത്തോളം ദുഷിച്ച മനസ്സോടെയാണ് ഇവരൊക്കെ ഓരോ അഭിപ്രായ പ്രകടനത്തെയും നോക്കിക്കാണുന്നത് എന്നത്, അതുപോലെ തന്നെ വലിയ നിലപാട് പറയുന്നവരുടെ ഉള്ളിലെ കാപട്യം, അത് ചില വിഷയങ്ങൾ വരുമ്പോൾ പുറത്തേക്ക് വരികയാണ്. അതാണ് KS ചിത്രയുടെ വിഷയത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് എന്നതാണ്. KS ചിത്ര പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു ശ്രുതിഭംഗവും വന്നിട്ടില്ല എന്നത് എൻ്റെ ഉറച്ച അഭിപ്രായമാണ്. ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയിട്ടില്ല, കൃത്യമായി തന്നെയാണ് പറയാനുള്ളത് അതിൽ പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ആ വീഡിയോ പിൻവലിച്ചാലും എൻ്റെ അഭിപ്രായം ഇതുതന്നെയാണ്. കാരണം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് 22-ാം തീയതിയാണ്, വരുന്ന തിങ്കളാഴ്ച. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം 12:20 ഭക്തരെല്ലാം രാമനാമം ജപിക്കണം. അതിൽ പറയുന്നത് ഭക്തരെല്ലാം ജപിക്കണമെന്നാണ്, അല്ലാതെ വിശ്വാസികളല്ലാത്തവർ, താല്പര്യമില്ലാത്തവർ, ലോകത്തുള്ള എല്ലാവരും ജപിക്കണം അങ്ങനെയൊന്നും KS ചിത്ര ആ വീഡിയോയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു നിർദോഷമായ അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത് എന്നത് ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാകും. അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പറയിച്ചതോ ഒന്നുമല്ല. ഈ ചടങ്ങിനെക്കുറിച്ചും ഈ അക്ഷരം കൈമാറിയതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ ആ പാട്ടുപാടി നൽകിയത്. അപ്പോൾ ഈ ചടങ്ങിനെക്കുറിച്ചും അമ്പലത്തിൽ നടക്കുന്ന പൂജയെക്കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു വെച്ചത് മാത്രമാണ് ചിത്രയെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് തെരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ സൈബർ ആക്രമണം നടക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. നികേഷ് സാറും ഉണ്ണി സാറും സ്മൃതി മാഡവും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതായത് ചിത്ര ഒരു ട്രാപ്പിലേക്ക് വീണ് പോയതാകാമെന്ന്. അങ്ങനെ ഒരു ട്രാപ്പാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ചിത്രയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സംഘപരിവാറിനോടുള്ള ഒരു ഐത്തം അല്ലെങ്കിൽ ഒരു വിദ്വേഷം, അത് സ്വാഭാവികമായും കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് ഇക്കാലയളവിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ കേരളത്തിലേക്ക് സംഘപരിവാറിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഈ തരത്തിൽ ഈ അക്ഷരം സ്വീകരിക്കുന്നവരായാലും വിശ്വാസത്തെക്കുറിച്ച് പറയുന്നവരായാലും ഭക്തിയെക്കുറിച്ച് പറയുന്നവരായാലും എന്തിന് ഇപ്പോൾ രാമക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശ്രീരാമനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതുടനെ സംഘപരിവാറിനോടുള്ള വിദ്വേഷം ആ പറയുന്ന വ്യക്തികളോടുള്ള വിദ്വേഷമായി മാറുകയാണ്. ശോഭന ആ വേദി പങ്കിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി പറഞ്ഞല്ലോ, എന്നെ കാണാൻ ശോഭനയെ പോലെയാണ് എന്ന് പറയേണ്ടതില്ല എന്ന്. അതൊക്കെ വലിയ ട്രോളാക്കിയെങ്കിലും അതിനകത്തൊക്കെയുള്ള ഒരു പരിഹാസമുണ്ട്. അതായത് ചിലരോടുള്ള അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളോടുള്ള ചില ഐഡിയോളജികളോടുള്ള ഒരു ഐത്തം തന്നെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ചിത്രയ്ക്കെതിരായ ഈ പടപ്പുറപ്പാടുണ്ടായതെന്നത് തികച്ചും യാദൃശ്ചികമായ ഒന്നായി ഞാൻ കരുതുന്നില്ല. ചിത്ര പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത്? അവർ പറഞ്ഞ വാചകങ്ങൾ ഒന്നൊന്നായി എടുത്തു നോക്കൂ. അവർ പറഞ്ഞത് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവർ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ രാമനാമം ജപിക്കലായാലും കുറിതൊടലായാലും അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. മറ്റൊരാളുടെ വിശ്വാസത്തിലേക്ക്, മറ്റൊരാളുടെ ബോധ്യങ്ങളിലേക്ക് കടന്നു കയറി ചെന്ന് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയായിരുന്നു, ഇതാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞവരെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നേരത്തെ സാർ പ്രായമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. 28 വയസ്സിലും 38 വയസ്സിലും ചിത്ര എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് താങ്കളോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല. അതാ വ്യക്തി മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് മറ്റൊരാൾ നമ്മളെ പറഞ്ഞ് ചിന്തിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ മനസ്സിലേക്ക് കയറിയിരുന്ന് ചിന്തിക്കുന്നതോ ഒന്നുമല്ല. അതുപോലെ തന്നെയുള്ളൊരു വ്യക്തിയാണ് ചിത്രയും. ഇവിടെ ഇന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ അഭിപ്രായം വളരെ വ്യക്തമായ പക്വമായ അഭിപ്രായമാണ്. ചിത്ര തൻ്റെ അഭിപ്രായം പറഞ്ഞതിന് അവരെ ചീത്ത വിളിക്കുന്നത് എന്തിനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യം ഇന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് കൃത്യമായി പറയേണ്ടി വന്നത്, ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല. കാരണം ചിത്ര അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടേണ്ട ഒരാളല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം. രാമനാമം ജപിക്കണം
കത്തിക്കണമെന്നും വിളക്ക് കൊളുത്തണമെന്നും ഒക്കെ ചിത്ര പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉടനെ സംഘപരിവാറാക്കുക, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഐഡിയോളജി പിന്തുടരുന്ന ഒരാളാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായ ഒരു അജണ്ട സെറ്റിംഗ് ആണ്. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചിത്ര അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ താൻ പിന്തുടരുന്നത് ഈ ഐഡിയോളജി ആണോ എന്ന് ഈ നിമിഷം വരെ ചിത്ര വ്യക്തമാക്കിയിട്ടില്ലാത്തിടത്തോളം നമുക്ക് അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കേണ്ട ആവശ്യകതയുമില്ല. BJP അനുഭാവിയാണെന്ന് സുജയ കരുതുന്നില്ല അല്ലേ? അല്ല, ഞാൻ പറയുന്നത് എൻ്റെ ബോധ്യത്തെക്കാളും ചിത്ര എന്ത് കരുതുന്നു എന്നുള്ളതാണ്. KS ചിത്ര എന്ന പാട്ടുകാരിയെ എനിക്കിഷ്ടമാണ്, അവരുടെ പാട്ട് എനിക്കിഷ്ടമാണ്, അവരുടെ വ്യക്തിത്വത്തെയും എനിക്കിഷ്ടമാണ്. പക്ഷെ അവരിങ്ങനെ ചിന്തിക്കണം, അവരിങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. അവരൊരു വശത്തേക്ക് മാത്രം നോക്കണം, ആ വശം ചേർന്ന് നടക്കണം, ഇന്ന രാഷ്ട്രീയം പിൻപറ്റണം. അത് തീരുമാനിക്കേണ്ടത് ഞാനോ നമ്മൾ ഈ ഇരിക്കുന്ന ആരോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ അല്ല. അത് ആ വ്യക്തിയുടെ മാത്രം അവകാശമാണ്. അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരിപ്പോൾ സംഘപരിവാറിനോടാണ് അവർക്ക് താല്പര്യമെങ്കിൽ അതിനെ നമ്മൾ എന്തിനെതിർക്കണം? നിരോധിത സംഘടനയല്ലല്ലോ. ഒരു നിരോധിത സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമ്മളതിനെ തുറന്നെതിർക്കണം. അതിന്മേൽ പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല. പക്ഷേ സർ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പൂർത്തിയാക്കാം. ഇവിടെ സൂരജ് സന്തോഷിന്റെ വിമർശനം നമ്മൾ കാണുന്നു. അതേസമയം തന്നെ മന്ത്രി സജി ചെറിയാൻ കൃത്യമായി പറയുന്നു, രാമക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദത്തെ, അത് പോകാൻ പോകുന്ന തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചെറുക്കുകയാണ്. ഇവിടെ നീചമായ സൈബർ ആക്രമണമാണ്. ഞാൻ ആദ്യത്തെ പോയിന്റിലേക്ക് തിരിച്ചെത്തുകയാണ്. നീചമായ ആക്രമണം അത് സൈബർ ഇടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചൊക്കെ, പ്രധാനപ്പെട്ട ചില പ്രോമിനന്റ് പേഴ്സൺസിനെ കുറിച്ചൊക്കെയാണ് ഈ രീതിയിൽ പറയുന്നതെങ്കിൽ ഉടനെ കേസിലേക്ക് പോകുമല്ലോ. KS ചിത്ര എത്രത്തോളം വേട്ടയാടപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറുകളിൽ, അതിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ ചർച്ച പോകുന്നില്ല? ഇവിടെ ദേശരാഷ്ട്രവാദി ആക്കാനായിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞത്. അതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്. 28-ാം വയസ്സിലും 38-ാം വയസ്സിലും KS ചിത്ര എന്ത് ചെയ്തു, എന്ത് ചിന്തിച്ചു എന്നതിനേക്കാൾ കഴിഞ്ഞ 44 വർഷമായി ലോകോത്തര നിലവാരത്തിൽ അവർ പാട്ടുപാടി, ആ പാട്ടിൽ അവരെ മറികടക്കാനായിട്ടുള്ളവർ വളരെ വിരളമാണ് ഇന്നത്തെ ഈ ലോകത്തിൽ. നമ്മൾ ഇന്നീ സംസാരിക്കുന്ന നിമിഷം വരെ എന്നത് മനസ്സിലാക്കി വേണം അവരെ നമ്മൾ വിലയിരുത്താൻ. അല്ലാതെ അവർക്ക് പത്രം വായിക്കില്ല, അല്ലെങ്കിൽ TV-യിലൂടെ വാർത്തകൾ അറിയില്ല എന്നൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നത് എന്തിനാണ്? ചിത്ര പറഞ്ഞോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്ന്? അവരോട് ചേർന്ന് നിൽക്കുന്ന ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ പറയാനുള്ള കാരണം, ചിത്രയുമായി അടുത്ത ബന്ധമുള്ളവർ ചിത്രയുമായി ഇതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം സംസാരിച്ച ശേഷം പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടാവുമെന്ന് കരുതിയില്ല. ഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതികരിച്ചു. ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. അതിനുശേഷം നമുക്ക് തർക്കിക്കാം. കാരണം എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ കൂടി എന്റെ ഭാഗത്ത് ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ സംഗീതം, KS ചിത്രയെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ സംഗീതത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന 44 വർഷമായി പാട്ടാണ് അവരുടെ ലോകം. ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളെ പോലും അവർ മറികടന്നത് ആ പാട്ടിലൂടെയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇത്തരത്തിൽ ക്രൂശിലേറ്റാൻ ശ്രമിച്ചത്. അത് തികച്ചും വളരെ മോശമായ, ഒരിക്കലും നമുക്ക് പിന്തുടരാൻ കഴിയാത്ത ചില ഇടത് പ്രൊഫൈലുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചില ഇടത് പ്രൊഫൈലുകളൊക്കെ വേട്ടയാടാൻ വേണ്ടി ഈ അവസരം ഉപയോഗിച്ചു. എന്തായാലും മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞപ്പോഴവർ തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാമജപവും പള്ളിയിൽ പോക്കും നിസ്കാരവും ഒക്കെ ചെറുപ്പം മുതലേ ശീലമാക്കിയ ഒട്ടനവധി മനുഷ്യരുള്ള ഇടമാണ്. അവിടെ ഒരു കാര്യം ചിത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പേരിൽ അവരെ വേട്ടയാടേണ്ട ആവശ്യമൊന്നുമില്ല. വികലമായ മനസാക്ഷിയുള്ള, വൃത്തികെട്ട മനസ്സുള്ള ആളുകളാണ് KS ചിത്രയെ ആക്രമിക്കുന്നത് എന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. പിന്നെ ഇവിടെ സാർ പറഞ്ഞ ഒരു കാര്യത്തോടു കൂടി, ഈ രാമഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ശാഖയിൽ പോയി ഭക്തി സംസ്കാരം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് മിക്സ് ആക്കി കൊടുക്കുകയാണ്, കുട്ടികളെ അങ്ങനെ കൊണ്ടുപോവുകയാണ് എന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് എന്നത് തിരിച്ചറിയാൻ ബോധ്യമുള്ള ആളുകളാണല്ലോ ആ കുട്ടികളുടെ വീട്ടിലുള്ളത്. അപ്പോൾ അത് അവർക്ക് വിടൂ എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ അക്ഷത വിതരണവും രാമക്ഷേത്രത്തിലേക്ക് പോകുന്നതും അതൊക്കെ ചോയ്സ് ആണ്, അത് വ്യക്തിപരമാണ്. അതിനെ ആ രീതിയിൽ കാണാൻ ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാനും സ്വയം നിർണ്ണയിക്കാനും അധികാരമുള്ള ഒരു രാജ്യത്താണ്. ഒരു മതരാഷ്ട്രമല്ല ഇത് എന്നത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്ഷതം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്ഷതം സ്വീകരിക്കാൻ കഴിയുന്നത് പോലെ തന്നെ അക്ഷതം സ്വീകരിച്ചതിനെ വിമർശിക്കാനും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നേ. ശരി, എനിക്ക് ഇത് പറഞ്ഞോട്ടെ, ഈ വിമർശനങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നാമത് ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നിർമ്മാണം, ഒരു ഒറ്റ വാചകം. അതായത് സ്മൃതി, ഈ അക്ഷതം സ്വീകരിക്കണം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു, വന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ വരുന്നവർ ഒരു അക്ഷതം വന്ന് കയ്യിലേക്ക് തരുമ്പോൾ അത് നിരാകരിക്കാനുള്ള ഒരു പറ്റില്ല. അത് അല്ല, പറ്റാത്ത ആളുകളുണ്ട്. ആ പറ്റാത്ത ആളുകളെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. സോറി, പറഞ്ഞോളൂ. അല്ലല്ല, അക്കാര്യത്തിൽ ഞാനൊരു വ്യക്തത വരുത്തിക്കോട്ടെ.
അതായത് അക്ഷതം സ്വീകരിക്കാനായി വീട്ടിലേക്കൊന്ന് വരട്ടെ എന്ന് വിളിച്ചുകൊണ്ട് ഇതുവരെ അങ്ങനെ വിതരണം നടത്തിയതായി എൻ്റെ അറിവിലില്ല. ഇത് വിതരണം ചെയ്ത ഇടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട വാർത്തകളിലും അങ്ങനെയല്ല. കൃത്യമായി അനുമതി ചോദിച്ച് മോഹൻലാൽ ആയിക്കോട്ടെ, ദിലീപും കാവ്യമാധവനും ആയിക്കോട്ടെ, കേരളത്തിൽ വിതരണം ചെയ്ത വ്യക്തികൾ എല്ലാവരുടെയും അടുത്ത് അവരുടെ അനുമതിയോടെ, അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ ഇത് നിങ്ങൾ സ്വീകരിക്കുന്നതും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും അടക്കം. ഞാൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാനും ചിത്രയെ ഞാൻ അക്ഷതം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അക്ഷതം സ്വീകരിക്കുന്നവരൊന്നും അവരുടെ അനുമതി ഇല്ലാതെ ആർക്കും അറിയുന്നവരുണ്ട്, കൊടുത്തിട്ടില്ല. അറിയാത്തവരുണ്ട്. മോഹൻലാലൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും സ്വീകരിച്ചിട്ടുണ്ട്, അനുമതി ഇല്ലാതെ ആർക്കും പക്ഷേ കൊടുത്തിട്ടില്ല. ചിത്ര അതായിരിക്കണമെന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് വാദം. ശരി. പറഞ്ഞോളൂ. അപ്പോൾ ഈ ഞാനിതിനകത്ത് കെ എസ് ചിത്രയുടെ പ്രായം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ 28 വയസ്സെന്ന് പറയുന്നത്, 28 വയസ്സെന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ പറ്റുന്നൊരു കാലമാണ്. 38 വയസ്സെന്ന് പറയുന്നത് രാജ്യത്തെ നടുക്കിയ ഒരു വലിയ കൂട്ടക്കൊല, കൂട്ടക്കുരുതി, ഒരു സംസ്ഥാനം നിന്ന് കത്തുന്ന വാർത്തകളാണ്. നമ്മൾ എത്രത്തോളം പിന്തിരിഞ്ഞു നിന്നാലും നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് അതൊക്കെ. അപ്പം ഈ സംഭവങ്ങളൊക്കെ കെ എസ് ചിത്രയ്ക്ക് അറിയാം. എന്ന് മാത്രമല്ല, അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ രാമപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഈ അയോധ്യ എന്നുള്ള വാക്ക് തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വാക്കാണ്. ആ വാക്കിൽ നിന്നാണ് ആ വാക്കുന്നി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ചിത്ര ഒരു എന്താ പറയുക, ഇത് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. ഞാൻ വിചാരിക്കുന്നതേ ഇല്ല സുജയ, ഈ അയോധ്യയിലെ ഈ ശ്രീരാമക്ഷേത്രം, അതിൻ്റെ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭക്തിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് ഞാൻ ഈ അയോധ്യ എന്ന് പറയുന്ന ഈ ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ ശ്രീരാമൻ്റെ ഒരു പ്രതിമ വയ്ക്കുന്നു എന്നതിലേക്ക് ലളിതമായി ഞാൻ മനസ്സിലാക്കുന്നതേയില്ല. എനിക്കങ്ങനെ മനസ്സിലാവില്ല. കാരണം അത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തൊരു പ്രശ്നമാണ്. ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിച്ച പ്രശ്നമാണ്. അത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഈ ശ്രീരാമൻ എന്ന് പറയുന്ന, അയോധ്യയിലെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ആ പൊളിറ്റിക്കൽ ടൂളിനോട് പൊളിറ്റിക്കലി തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അവിടെ വിശ്വാസം ഒരു പ്രശ്നമല്ല. ഞാൻ ശ്രീരാമ ഭക്തനായതുകൊണ്ട് അയോധ്യ പോലൊരു സ്ഥലത്ത് ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന ശ്രീരാമ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എൻ്റെ ദൈവമായി ഞാൻ കാണുന്നതേയില്ല. രാമഭക്തിയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. പറയട്ടെ, നിങ്ങൾ 10-15 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്നോട് ഉള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പിന്നെ തുറന്നു. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ആക്റ്റാണ്. ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്. ആ രാഷ്ട്രീയ പ്രവൃത്തിയിലൂടെ ഒരു വലിയ മുതലെടുപ്പിനാണ് ഇവിടെ BJPയും സംഘപരിവാറും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിനോട് എടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാനത് ചിത്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചിത്ര ആ രീതിയിലൊരു സാമൂഹ്യ സാഹിത്യത്തിലോ രാഷ്ട്രീയ സാഹിത്യത്തിലോ ഒക്കെ വളർന്നു വന്ന ഒരാളോ അത്തരത്തിൽ ആഭിമുഖ്യമുള്ള ഒരാളോ ആയിരിക്കില്ല. നിശ്ചയമായും അവരുടെ ആ നിഷ്കളങ്കമായ ഭക്തിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അതുകൊണ്ട് അത് സ്വാഭാവികമായും വിമർശിക്കപ്പെടും. ആ വിമർശനത്തെ നല്ല ബുദ്ധിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അത് പിൻവലിക്കാൻ ചിത്ര തയ്യാറാകുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. രാമൻ എന്ന് പറയുന്ന സങ്കല്പം വിഭാഗീയതര സങ്കല്പമാകരുത്. രാമനിലുള്ള വിശ്വാസം മറ്റുള്ളവരെ കൊല്ലാനോ മറ്റുള്ളവരുടെ അവകാശങ്ങളെ അടിച്ചമർത്താനോ ഉള്ള ഒന്നാകരുത്. രാമൻ എന്ന വിശ്വാസം മനുഷ്യരെ യുണൈറ്റ് ചെയ്യാനുള്ളൊരു സംഭവമായിട്ട് മാറണം. കാരണം ഗാന്ധി രാമനെയാണ് ഉത്തമ പുരുഷനായി കണ്ടുകൊണ്ട് രാമൻ്റെ രാജ്യത്തെ മാതൃകയാക്കി വെച്ചത്. ഗാന്ധി ഇൻക്ലൂസീവായ ഒരു രാജ്യത്തെ സങ്കല്പിച്ചതുകൊണ്ടാണ്. ഇവിടെ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ സംഘപരിവാറിൻ്റെയോ രാമൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന രാമനല്ല. ആ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ വെട്ടിമുറിക്കാനും രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയും മതസ്പർദ്ധയും വളർത്താനും ഉപയോഗിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ചിത്രയുടെ ഈ പ്രസ്താവന ദുരുപദിഷ്ടിതമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ഈ സാഹചര്യത്തിൽ. ഇതിനകത്ത് ചിത്രയെ പോലുള്ള പലരെയും ഇനിയും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ചിത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ശുദ്ധ കലാവാദി, ഭക്തിയാണ് മാർഗം, ആ നിലയിൽ തന്നെയാണ് ചിത്രയെ കാണുന്നത്. പക്ഷേ ഇന്നിപ്പോൾ KP ഗണേഷ് കുമാറും ഈ പറയുന്ന അക്ഷതം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. NSSൻ്റെ ഭാഗമായിട്ട്. അത് അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല, കൃത്യമായ നല്ല ധാരണയുണ്ട്. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിലെ ഒരു മന്ത്രി പോലും RSSൻ്റെ അക്ഷതം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം
ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഗുണകരമാണോ എന്നുള്ള കാര്യത്തിൽ. രണ്ട്, ഇനി കെ പി ഗണേഷ് കുമാറിനെ കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫേസ് കൂടിയുണ്ട്. ഭയപ്പെട്ട് ഇതിനോട് വഴങ്ങുന്നവരുണ്ടാകും. ഈ പറയുന്ന പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങലല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ വിഭാഗം ആളുകളെ നമ്മൾ നിരന്തരമായി കാണും അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളത് ശ്രദ്ധിച്ചു കൊള്ളുക എന്നുള്ളതാണ്. ഇൻകം ടാക്സ് പോലും പ്രശ്നമാണ്. വലിയ പ്രതിസന്ധി. ഇ ഡിയുടെ അന്വേഷണമോ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ അന്വേഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ നിലയിൽ ഒരു ഷാഡോ ഉള്ളവർ കലാകാരന്മാരെ സംബന്ധിച്ച് ഈ ഞാനായിട്ട് സത്യത്തിൽ എന്തിനാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുമല്ലോ. അതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതാണ് ഈ IT സെല്ലിന്റെ ഉത്തരവാദിത്തം തന്നെ. അവരത് ഇവര് പൊളിറ്റിക്കൽ ഹിന്ദുത്വയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം 2010 ഉണ്ടാക്കിയിട്ടുള്ളതെന്നേ. അതവർ ചെയ്യും. അതിനകത്ത് ഈ അടുത്തുണ്ടായിട്ടുള്ള അമിത് മാളവയ്ക്കെതിരെയും അതുപോലെ തന്നെ IT സെല്ലിനെതിരെയും വന്നിട്ടുള്ള 2 ഉദാഹരണങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ലോകമാകമാനം BJPയുടെ IT സെല്ല് ഡിസ്ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതിന് കൃത്യമായ ബോധ്യമായില്ലേ ആർക്ക്? ട്വിറ്ററിനും ലോകമാധ്യമങ്ങൾക്കും. ശരി, ഞാൻ നമുക്ക് ഈ അതിലേക്ക് ചർച്ച ഒന്നുകൂടെ എങ്ങനെയാണ് ചിത്രയെ പോലുള്ളവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ചിത്ര ശുദ്ധ കലാവാദി എന്നുള്ള നിലയിൽ ഭക്തിമാർഗത്തിൽ അവർ സംഘപരിവാർ കൊടുത്തൊരു ടെക്സ്റ്റ് വായിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കെ പി ഗണേഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നവരുടെയും പത്മശ്രീ, പത്മഭൂഷൺ മോഹങ്ങളും ഒക്കെ തന്നെയും ഇതിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇനിയൊരു വലിയ നിരയെ നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ BJPയുടെ അജണ്ട എന്താണ്? 2014 മുതൽ 2011 സെൻസസ് അനുസരിച്ച് 80% ഹിന്ദുക്കളാണ്. 2014 31% വോട്ടുകളാണ് BJP കിട്ടിയിട്ടുള്ളത്. 2019 38.4% വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. 2024 നോക്കൂ, 2014 വികസനം, അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയിട്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളതെങ്കിൽ 2019 നാഷണൽ സെക്യൂരിറ്റി അടക്കമുള്ള വിഷയങ്ങളാണ്. അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ഈ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. 2024 ഇതിൻ്റെയൊക്കെ ഫൈനലാണ് വരാൻ പോകുന്നത്. ഹിന്ദുത്വ അജണ്ട മാത്രമാണ് BJP മുൻനിർത്തുന്നത്. അവിടെ നോക്കൂ, നമ്മൾ നോർത്തും സൗത്തും തമ്മിലുള്ളൊരു ഡിവൈഡ് ഉണ്ട് എന്നാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ BJPയുടേതായിട്ടുള്ളൊരു ഭരണമുള്ള സംസ്ഥാനമില്ല. ആകെ ഉണ്ടായിരുന്ന കർണാടകം പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയെ കുറച്ചുകൂടി ഒരു സാക്ഷരതയുള്ള, കുറച്ചുകൂടി വികസിതമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയുടെ ഒരു വലിയ വിഭാഗമാണ്. പക്ഷേ ആ സംസ്ഥാനത്തിൽ ഒരു വലിയ പെനിട്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടി BJP ഇപ്പോൾ ആസൂത്രിതമായി ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ 1 മാസത്തിനുള്ളിലെ 2ാമത്തെ വിസിറ്റിനെയും ആ നിലയിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ എത്രത്തോളം നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ 80% ഹിന്ദുക്കളുണ്ടല്ലോ, അതിലാണല്ലോ ഈ 31 38.4% ഉണ്ടാകുന്നത്. അത് പരമാവധി വർദ്ധിപ്പിക്കുക. ദക്ഷിണേന്ത്യയിൽ പോലും രാമക്ഷേത്രത്തിന് വലിയ സ്വാധീനമുണ്ട് എന്ന് BJP വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അക്ഷതവും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് നടത്തുന്നത്. അക്ഷതമെന്നല്ലല്ലോ പറയേണ്ടത്. RSSും സംഘപരിവാറും ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് നടത്തുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ടൊരു പെർസെപ്ഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ മേൽത്തട്ടിലൊരു പെർസെപ്ഷനുണ്ട്. RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഡോർ ടു ഡോർ ക്യാമ്പയിനും ഉണ്ട് എന്നുള്ളതാണ്. നാളെ തൃശ്ശൂരോ മറ്റോ ഒരു ലോക്സഭാ സീറ്റ്, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരുപക്ഷെ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ BJP വിശ്വാസികളൊക്കെ തന്നെ എന്താ പറയുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. പക്ഷേ ഈ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പോലും കൃത്രിമം കാണിക്കാൻ വേണ്ടിയാണ് എന്ന് കരുതുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് നാളെ തിരുവനന്തപുരമോ അല്ലെങ്കിൽ തൃശ്ശൂരോ BJP കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ആ നിലയിൽ പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നു, ആ നിലയിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നുള്ളതാണ്. നേരത്തെ ഉണ്ണി പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അതായത് എങ്ങനെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്? കള്ളത്തരത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ഈ പറയുന്ന 92 തകർച്ച മാത്രമല്ലല്ലോ ഈ കള്ളത്തരം. വിഗ്രഹം സ്വയംഭൂവാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. വിഗ്രഹം അവിടെ ഒളിച്ചു കടത്തുകയല്ലേ ചെയ്തിട്ടുള്ളത്. 1949 രാജീവ് ഗാന്ധി ഷബാനു കേസിൽ പ്രതിസന്ധിയായ ഘട്ടത്തിൽ ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതിലെ രാമക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന ആവശ്യം. പിന്നീട് രാജീവ് ഗാന്ധി വലിയ നിലയിൽ ബോഫോഴ്സ് പ്രതിസന്ധി ആയ ഘട്ടത്തിൽ ഭൂരിപക്ഷ വിഭാഗത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിലാന്യാസിന് അനുവാദം നൽകിയത്. 92
കോൺഗ്രസ്സുകാർ അത് നോക്കി നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാ കാലഘട്ടത്തിലും അന്ന് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം എന്താണ്? ഈ സംഘപരിവാർ BJP RSS ഈ പൊളിക്കില്ല എന്നാണ്. എന്നിട്ട് അത് പറയുകയും പൊളിക്കുകയും ചെയ്തു. അന്നത്തെ സംസ്ഥാന സർക്കാർ, അന്നത്തെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ വെറും കള്ളത്തരത്തിലൂടെയാണ് ഒരു രാമക്ഷേത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ രാമക്ഷേത്രം ഉണ്ടാക്കിക്കൊണ്ട് വേറൊരു കള്ളത്തുരത്തരം എന്ന് പറയുന്ന റൂട്ടിലൂടെ അതായത് ഒരു ഇരയായി നിൽക്കുന്ന പാവം ചിത്രയെ പോലുള്ളവരെ നമ്മൾ സഹതാപത്തോടു കൂടി മാത്രമേ നോക്കാൻ കഴിയൂ. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളെ 80% വരുന്ന ഹിന്ദുക്കളുടെ ഉള്ളിലേക്ക് വേറൊരു വികാരം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൽ BJP ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ആ പരിധിവരെ വിജയിച്ചതിൻ്റെ ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ ചിത്രം. ശരി സുജിയ. ഓക്കെ, ഇതിൽ ഇത്രയും നേരം പറഞ്ഞ ഈ രണ്ടാം റൗണ്ടിലെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് രാജ്യത്തെ ഹിന്ദുക്കളെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായി രാമക്ഷേത്രം മാറുമോ എന്നുള്ള ഒരു വിഭ്രാന്തി അത് വലിയ രീതിയിൽ ഇടതുപക്ഷത്ത് പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് ഓരോ പ്രതികരണങ്ങളിലും രാമക്ഷേത്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ മുതൽ, പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വന്നപ്പോൾ മുതലുള്ള പ്രതികരണങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പൊളിറ്റിക്കൽ ടൂളാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന കോൺഗ്രസിൻ്റെ അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്ന അഭിപ്രായമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ണിസാർ അടക്കം സൂചിപ്പിച്ചത്. വിശ്വാസമല്ല ശ്രീരാമൻ, അയോധ്യയിലെ ശ്രീരാമൻ അല്ല ശ്രീരാമൻ എന്ന് അങ്ങ് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങേക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അയോധ്യയിലെ ശ്രീരാമനല്ല ഈ പറയുന്ന അയോധ്യയിലെ ശരി, അയോധ്യയിലെ ശ്രീരാമൻ അല്ല അങ്ങയുടെ ശ്രീരാമനെങ്കിൽ അയോധ്യയിലെ ശ്രീരാമൻ എന്റെ ശ്രീരാമനാണ്, ഈ രാജ്യത്തിന്റെ ശ്രീരാമനാണ്. അങ്ങനെ അംഗീകരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ മാഡം അല്ലെന്ന് പറഞ്ഞോളൂ, അല്ലെന്ന് പറഞ്ഞോളൂ. ഈ രാജ്യത്തെ ഞാനാണെന്ന് പറയുന്നു. അത് പറയാനുള്ള അവകാശമുള്ള, രാജ്യത്തെ വോട്ടവകാശമുള്ള ഒരു പൗരനാണ് ഞാൻ. മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണപ്പോ വിളിച്ച പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന, ഗണപതിയെ ആരാധിക്കുന്ന, അങ്ങനെയുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങളുള്ള, ഹിന്ദുവിൽ തന്നെ പലതരത്തിലുള്ള ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആരാധനാലയങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ പോകുന്ന വിശ്വാസികളുള്ള ഒരു സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ ഞാൻ വളരെ കെയർഫുള്ളായി തന്നെയാണ് എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശ്വാസമല്ല, ആ ശ്രീരാമൻ അല്ല യഥാർത്ഥ ശ്രീരാമൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി, എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല. അത് ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് തോന്നിപ്പിക്കുന്ന ആ ഒരു രാഷ്ട്രീയാന്ധത എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ഇടതുപക്ഷത്തിന്റെ അല്ല ഏത് ശ്രീരാമനാണ്? അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സമയം എടുക്കണ്ട, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തില്ലല്ലോ, ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ജയറാം രമേശ് ആണ്. കോൺഗ്രസിന്റെ പ്രസ്താവനയാണ്. അങ്ങ് ഉപയോഗിച്ച വാക്ക് പൊളിറ്റിക്കൽ ടൂൾ ആൻഡ് പൊളിറ്റിക്കൽ പ്രോജക്റ്റ്, അത് രണ്ടും തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല. സുജിയ, ഒരു മിനിറ്റ്. കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് അതേ അഭിപ്രായമാണ് ആവർത്തിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം കൂടി കേൾക്കാൻ അനുവദിക്കൂ. പറയൂ. അതിനിടയിൽ ഇന്ററപ്റ്റ് ചെയ്യുകയും ഞാൻ ചോദിക്കുന്നത്, ഒരു വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പറയാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടിരിക്കാം. അല്ല, താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു, അതിന് മറുപടി അങ്ങ് പറഞ്ഞു. അതിനുശേഷമുള്ള ഇടയ്ക്കേറെ തടസ്സപ്പെടുത്തലിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ ദയവായി. ഒന്ന് സഹിഷ്ണുതയോടെ KS ചിത്രയോട് കാണിച്ചില്ലെങ്കിലും എന്നോടെങ്കിലും കാണിക്കൂ. ആര് കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്? ഇപ്പോൾ സഹിഷ്ണുത കാണിക്കൂ, ഞാൻ പറയട്ടെ. ശരി. അപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന അഭിപ്രായമാണ്. അതാണ് ശരിയെന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് ഇവിടെ ചിത്രയെ വിമർശിക്കുന്നവർ കാണിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമൻ അല്ല യഥാർത്ഥ ശ്രീരാമൻ എന്ന് പറയുന്നതിലൂടെ അങ്ങ് കാണിച്ചത് എന്നതിലെ വിയോജിപ്പാണ്. അത് വളരെ സ്നേഹത്തോടെ ആ വിയോജിപ്പ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അത് അങ്ങേക്ക് സ്വീകാര്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾ ഭിന്നാഭിപ്രായങ്ങൾ ഉള്ളവരാണ്. പിന്നെ രാമരാജ്യം എന്ന് പറയുന്നത് അത് എല്ലാവരുടേതുമാണ്, അല്ലെങ്കിൽ രാമരാജ്യം എന്ന് പറഞ്ഞ് വിഭാവനം ചെയ്തിരുന്നതിനെ കുറിച്ച് പുരാണത്തിലൊക്കെ അടക്കം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അതറിയാമല്ലോ. രാമരാജ്യം എന്ന് പറയുന്നത് ഈ ഭിന്നിപ്പിന്റെയോ അല്ലെങ്കിൽ ജനങ്ങളെ വേർതിരിച്ച് കാണുന്നതിന്റെയോ വോട്ട് ബാങ്കിന് വേണ്ടി ഒരു പക്ഷത്തെ മാത്രം മാറ്റി നിർത്തി പ്രീണിപ്പിക്കുന്നതിന്റെയോ ഒന്നുമല്ല. എല്ലാവരെയും തുല്യരായി കാണുന്നത് തന്നെയാണ് രാമരാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നാണ് എന്റെ പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ RSSന്റെ അക്ഷതമല്ല, അയോധ്യയിലെ അക്ഷതമാണത്. അത് വിതരണം ചെയ്തത് RSS BJP പ്രവർത്തകരാകാം, അല്ലെങ്കിൽ വിവിധ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ ആളുകളാകാം. അത് RSSന്റെ അക്ഷതമാണെന്ന് പറയുന്നതിനകത്തും ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സമീപനമുണ്ട്.
മന്ത്രി കെ ബി ഗണേഷ് കുമാർ അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് NSSന്റെ താലൂക്ക് യൂണിയന്റെ ഭാഗമായിട്ടായാലും വിശ്വാസി എന്ന നിലയിലായിട്ടായാലും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പത്മഭൂഷൺ മോഹികൾ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചല്ലോ. പത്മഭൂഷൺ മോഹികൾ മാത്രമല്ല, കേരളത്തിൽ സാംസ്കാരിക തലപ്പത്തേക്ക് കയറിയിരിക്കാൻ വേണ്ടി മോഹം പൂണ്ട് നടക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നതാണ്. പല വിഷയങ്ങളിലും അവർ തുടരുന്ന മൗനം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത ഒരു അസ്പൃശ്യതയും KS ചിത്രയ്ക്കുമില്ല. അക്ഷതം സ്വീകരിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോ മറ്റുള്ളവർക്കോ ഇല്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. മമ്മൂട്ടിക്ക് കൈരളി ചാനലിന്റെ ചെയർമാൻ ആകാമെങ്കിൽ അതുപോലെയുള്ള പല പല പദവികളിലേക്ക് സാംസ്കാരിക കലാമേഖലയിലുള്ള ആളുകൾക്ക് കയറിയിരിക്കാമെന്നേ. അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. സാഹിത്യകാരന്മാരെല്ലാവരും ഇടതുപക്ഷക്കാരായിരിക്കണം, ഇടതോരം ചേർന്ന് നടക്കണം, ഇടതുപക്ഷ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് ഒരു യോജിപ്പുമില്ല. പിന്നെ സംഘപരിവാർ കൊടുത്ത ടെക്സ്റ്റാണ് KS ചിത്ര പറഞ്ഞതെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരു രാമനാമ കീർത്തനം പാടാൻ അറിയാത്ത ആളൊന്നുമല്ല KS ചിത്ര. അത് സംഘപരിവാർ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഹിന്ദുവായാൽ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലൊക്കെ അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുതയാണ് ആദ്യം മാറ്റേണ്ടത്. അല്ലാതെ മറ്റുള്ളവന്റെ വിശ്വാസത്തെ കൂടി ബഹുമാനിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ അഭിപ്രായത്തെ കൂടി ബഹുമാനിക്കാൻ പഠിക്കണം. അല്ലാതെ നമ്മുടെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയുള്ള ചർച്ചകൾക്ക് തന്നെ സ്പേസ് ഇല്ലാതായി പോകും. സംഘപരിവാർ എന്ന് കേട്ടാൽ ഉടൻ തന്നെ ഉറഞ്ഞുതുള്ളുന്ന ഒരു അങ്ങനെ ഒരു മനസാക്ഷിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനത്തിന്റെ ഒന്നും ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് അക്ഷത വിതരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്യാമ്പയിൻ അല്ല. അത് ആ പ്രസാദമാണ്, അല്ലെങ്കിൽ അക്ഷതം എന്ന് പറയുന്ന പൂജാദ്രവ്യമാണ് വിതരണം ചെയ്തത്. അല്ലാതെ അതിന്റെ കൂടെ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യൂ, നിങ്ങൾ BJP ആകൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ KS ചിത്ര തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി കൊടുത്ത കാര്യമാണ് അവർ വായിച്ചിട്ടുള്ളത്. അവർക്കൊരു കീർത്തനം തന്നെ ചൊല്ലാൻ പറ്റില്ല എന്നൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. പറഞ്ഞ വാചകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ എല്ലാ ഹിന്ദുക്കളുടെ അവകാശവാദമൊന്നും ഇവിടെ BJP RSS ഏറ്റെടുക്കണ്ട, അതിൻ്റെ കാര്യമില്ല. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം ബാക്കിയൊക്കെ എന്താണ്, ഫാസിസമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇവിടെ BJP നേതാക്കളും പറഞ്ഞു. ആ രൂപത്തിൽ സുജി ഇവിടെ അഭിപ്രായപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇവിടെ ഗൗരി ലങ്കേഷ്, കൽബുർഗി തുടങ്ങിയവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ഫാസിസം എന്ന വാക്ക് ഉപയോഗിച്ചോ? BJP നേതാക്കൾ അതിനെ ശരിവെച്ചുകൊണ്ട് ഞാൻ ഒരു BJP നേതാവിനെ കോട്ട് ചെയ്തില്ല. BJPയുടെ നിലപാടാണ് സുജി ഇവിടെ അല്ല. അത് താങ്കളുടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നെ ഞാൻ എന്റെ രാജ്യത്തിന്റെ നിലപാടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ രാജ്യമാണ്. ഇവിടെ ഒരു മുസ്ലിം MP യോ മുസ്ലിം MLA യോ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടി അയോധ്യ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി രാഷ്ട്രീയ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മുസ്ലിം MP ഇല്ലാത്തതാണോ? മുസ്ലിം MP ഇല്ലാത്ത നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞു. സുജയ പറഞ്ഞു എല്ലാവരെയും ആവർത്തിച്ച് കാണുന്നു, ഒരുമിച്ച് കാണുന്നു എന്ന്. ഞാൻ പറഞ്ഞത് രാമരാജ്യത്തെ കുറിച്ചാണ്. സുജയ പറഞ്ഞു രാമരാജ്യം എന്ന് പറഞ്ഞത് ഇവിടെ മോദിയല്ല കൊണ്ടുവരുന്നത്. ഞാൻ രാമരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. രാമൻ ഭരിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശരി, രാമൻ ഭരിച്ചിരുന്ന കാലഘട്ടം ഇവിടെ ആര് കൊണ്ടുവരുന്നു? അതിനുള്ള എന്ത് കാര്യങ്ങൾ ഈ വർഷങ്ങൾക്കിടയിൽ ചെയ്തിട്ടുണ്ട്? രാമരാജ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അതൊരു പൊളിറ്റിക്കൽ ഇതിനകത്തുള്ളത്. ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഉണ്ണി ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. BJPയുടെ IT സെൽ അറിയപ്പെടുന്നത് സ്ത്രീവിരുദ്ധതയുടെയും ഇസ്ലാമോഫോബിയയുടെയും വെറുപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ആ നിലയിലാണ് ആ IT സെല്ല് അതിൻ്റെ 10,000-കണക്കിനായിട്ടുള്ള ആളുകളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് ഈ ചിത്ര എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ സൃഷ്ടിക്കുന്നത് പോലും ഞാൻ ഈ ഷോ കാണുന്ന ലെഫ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദുത്വ ഹാൻഡിലുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന ഓരോ കാര്യവും യഥാർത്ഥത്തിൽ ലെഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദുത്വ സെൻട്രിസ്റ്റ് പാർട്ടികളുടെയോ അല്ല. ഇത് യഥാർത്ഥത്തിൽ BJPയുടെ IT സെൽ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ട്രോളുകളും ടൂളുമാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്തത്. ആയിക്കോട്ടെ, ഇനി സ്മൃതിക്ക് ചിലപ്പോൾ അത് ലെഫ്റ്റിസ്റ്റുകളായിട്ട് ആക്രമണം നേരിട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം KS ചിത്രയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്ന വളരെ മോശം പരാമർശം നമുക്കിവിടെ പറയാൻ പറ്റാത്ത കാര്യമാണ്. ട്രോളെല്ലാം എല്ലാവരും നേരിട്ടിട്ടുണ്ട്. പല തരത്തിലുള്ള ട്രോളുകൾ പല ആളുകൾ നേരിട്ടിട്ടുണ്ട്. നമ്മളെല്ലാം തന്നെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ലെഫ്റ്റ് ഹാൻഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡിലൊന്നും അല്ല, ലെഫ്റ്റ് ഹാൻഡിലേ അല്ല. ലെഫ്റ്റ് ഹാൻഡിലെ പെട്ടുപോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ലെഫ്റ്റ് ഹാൻഡിൽ ചില ആളുകൾ പെട്ടുപോയിട്ടുണ്ടാവും. അവർക്ക് ഇതേക്കുറിച്ച് എന്താണ് ഇതിന്റെ ഒരു ആഴം എന്ന് തിരിച്ചറിയാത്തവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സൈബർ പോരാളികൾ എന്നൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്നേ. സ്മൃതി കേൾക്കൂ, ഞാൻ പറയട്ടെ. അതായത് സൈബർ പോരാളികൾ CPM-നുണ്ട്, അത് സ്ട്രോങ് തന്നെയാണ്. പക്ഷെ BJPയുടെ IT സെല്ലിനോട് കിടപിടിക്കുന്ന ഒന്നും ഈ ലോകത്തില്ല.
കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, അല്ല, ഞാൻ ലോകത്തില്ല. അതിനെ- ഞാൻ അപ്പോൾ ഞാൻ അതിന്റെ പറഞ്ഞു വരുന്നത് വെച്ചാൽ രാഷ്ട്രീയം നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലുകൾ സ്വാഭാവികമായും ചിത്ര ഈ പറയുന്ന അക്ഷതം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ നോക്കൂ, അവർ പിന്നീട് ഫോർവേഡ് ചെയ്യുന്നത്, അവർ റീട്വീറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഈ ലെഫ്റ്റ് ആർമിയിൽ നിന്ന് വരുന്ന ട്രോളുകളല്ല, അവർ സംഘപരിവാറിൻ്റെ IT സെല്ലിൽ നിന്ന് വരുന്ന ട്രോളുകളാണ് അവർ ഫോർവേഡ് ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ശരി. ഒരു വിശാലമായ രാഷ്ട്രീയ താല്പര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നോക്കൂ, അതിനകത്ത് നോക്കൂ ഇനി എന്താ വരുന്നത്? ഇതിപ്പം നമ്മൾ കാണുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് വെച്ചാൽ 22-ാം തീയതിയാണ് പ്രാണപ്രതിഷ്ഠ ഒരു ഉദ്ഘാടനം പോലെ നടന്നാൽ, അതായത് ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം പോലെ നടന്നാൽ BJP ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യമോ രാഷ്ട്രീയ നേട്ടമോ അതിനകത്ത് ഉണ്ടാകില്ല. അതിനപ്പുറത്തേക്ക് ഒരു ചോരച്ചാല് കൂടി നീന്തി കടക്കണം എന്ന് സംഘപരിവാർ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല സ്മൃതി. ശരി. അതിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളാണോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നാളെ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം വേണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർ, ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ എന്നുള്ള വിനീതമായ ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് സമയം പറയാനുള്ളത്. പൂർണ്ണമായി അവസാനിക്കുകയാണ്. ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയോ എന്നതായിരുന്നു ചോദ്യം. തെറ്റി എന്ന രണ്ടുപേരും, തെറ്റിയില്ല എന്ന് രണ്ടുപേരും അഭിപ്രായപ്പെടുന്നു. രണ്ട് തരത്തിലാണ് തെറ്റിയിട്ടില്ല എന്ന് എൻ്റെ തെറ്റല് വേറെ, തെറ്റിയില്ല ശരി, അത് എന്നുള്ളത് നമുക്ക് വേറെയാണ്. വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ശരി, കടയിലേക്ക് പോകുന്നു. Meet the editors.